മഴക്കാലം തുടങ്ങിയതിന് ശേഷം നമ്മുടെ വീട്ടിലെ പൂച്ചെടികളുടെ അവസ്ഥയൊക്കെ വളരെ ദയനീയ കേട്ടോ. കാരണം ഒന്നിലും അങ്ങനെ കാര്യമായിട്ട് പൂക്കളൊന്നുമില്ലേ, അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പൂക്കളൊക്കെയാണ് ഉള്ളത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പ്രവചിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയല്ലേ. ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല പോലെ മഴയായിരിക്കും, പക്ഷെ ഒരു ഉച്ച എടുക്കുമ്പോൾ ചിലപ്പോൾ നല്ല പോലെ വെയിൽ വരും. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും മഴയായിരിക്കും. അതുപോലെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ചിലപ്പോൾ 2 ദിവസത്തേക്ക് പിന്നെ മഴയുണ്ടാവില്ല. ഇത്തരത്തിൽ നമുക്ക് എന്താണ് കേരളത്തിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവാത്ത ഒരവസ്ഥയിലൂടെയല്ലേ കടന്നു പോകുന്നത്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി മെയ് മാസം ഒരു പകുതി ആകുമ്പോഴത്തേക്ക് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഡിസംബർ അല്ലെങ്കിൽ നവംബർ വരെയൊക്കെ തുടർച്ചയായിട്ട് നമുക്ക് മഴ ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പൂച്ചെടികളിലൊക്കെ പൂക്കൾ വളരെ കുറവാണ്. ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നമുക്ക് പൂച്ചെടികൾ വാങ്ങി വെക്കാനുള്ള ഒരു താല്പര്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നഴ്സറികളിൽ പോയാലും നമ്മളിപ്പോൾ കൂടുതലും ഇലച്ചെടികളാണ് നോക്കി വാങ്ങിക്കാറുള്ളത്. കാരണം ഇലച്ചെടികൾ നമുക്കൊരുവിധം എല്ലാ കാലാവസ്ഥയിലും ഇപ്പം വളർത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഭംഗിയും നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂച്ചെടികളോടുള്ള കമ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇപ്പോൾ വീട്ടിലുള്ള പൂച്ചെടികൾ പോലും പണ്ട് മുതലേ നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തിയിട്ടുള്ള ചെടികളാണ് ഇപ്പോഴും ഉള്ളത്. പുതുതായിട്ട് നമ്മളിപ്പം പൂച്ചെടികളോട് വലിയ താല്പര്യം കാണിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പൂച്ചെടികൾ കുറഞ്ഞതിപ്പോൾ നമ്മുടെ ഇത്തവണ അത്തത്തിനും പൂക്കൾ ഇടാനും പൂക്കളൊക്കെ നന്നേ കുറവായിരുന്നു.